ഹായ് ഓൾ, കിത്ത് ആൻഡ് കിൻ ലവ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുട്ടി ഓഫീസ് യാത്ര വ്ളോഗാണ്. ഇത് രാവിലെ എഴുന്നേറ്റ് ബാൽക്കണിയൊക്കെ തുറന്നിട്ട് ഒന്ന് പുറത്തോട്ട് പോയി നോക്കുക. അപ്പോൾ എന്തെങ്കിലും നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട്. മഴയില്ല, കാറ്റുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. ധൂളി അടിക്കുന്നതുകൊണ്ടായിരിക്കും ക്യാമറയിൽ അത്ര ക്ലാരിറ്റി ഇല്ല. പിന്നെ ഏകദേശം ഒരു 5-5:45 സമയമൊക്കെ ആവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂട്ടിയിൽ പോകാൻ പറ്റിയില്ല. അനിയൻ കാറിലാണ് കൊണ്ടാക്കിയത്. അപ്പോഴത്തേക്ക് മഴയൊന്ന് തോന്നുന്നു കേട്ടോ, കാറിലാണ് കൊണ്ടാക്കിയതെങ്കിലും. പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ. പിന്നെ ഇതേ റെയിൽവേ സ്റ്റേഷൻ എത്തി. റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും ഇങ്ങനെ ട്രെയിൻ കാത്തിരിക്കും. അത് എപ്പോഴും ലേറ്റ്. എന്തായാലും ട്രെയിനൊക്കെ വന്നതേ ഓഫീസിലെത്തി. ഓഫീസിലോട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ കുലുങ്ങിയാണ് വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം പിറകിലൊക്കെ ആൾ കാണുമല്ലോ, അപ്പോൾ സ്പീഡിന് നടക്കുമല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ മ്യൂസ്ലിയാണ് കൊണ്ടുപോയത്. അതിൻ്റെ പാലൊക്കെ വറ്റിപ്പോയി. സംഭവം മാത്രമായി കേട്ടോ ചെന്നപ്പോഴത്തേക്ക്. പിന്നെ എന്തായാലും നമുക്ക് കഴിക്കണമല്ലോ, നമുക്ക് വിശന്നിരിക്കുകയല്ലേ. അങ്ങനെ എന്തായാലും ഉള്ളതൊക്കെ കുലുക്കി കലക്കിയൊക്കെ എന്ത് ചെയ്തു, മ്യൂസ്ലി കുടിച്ച് നല്ല എനർജറ്റിക് ആയിട്ട് വർക്കിലേക്ക് അങ്ങോട്ട് കടന്നു. അപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് 11 മണിയായപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ ടീ എത്തിയിട്ടുണ്ട്. ഗ്രീൻ ടീ നല്ല ഫ്ലേവേർഡ് ഗ്രീൻ ടീ ഞങ്ങളുടെ ഓഫീസിൽ പുതിയത് മേടിച്ചു കേട്ടോ, ആപ്പിൾ ഫ്ലേവേർഡ് ഗ്രീൻ ടീ. അപ്പോൾ അത് നല്ല ടേസ്റ്റായിരുന്നു. അതും കുടിച്ചിട്ട് വീണ്ടും ഒന്ന് ചാർജായിട്ട് അടുത്ത വർക്കിലേക്ക് വന്നു. അതിന് മുമ്പേ ടേബിളൊക്കെ അതേ അങ്ങനെ അങ്ങ് ഒരുമാതിരി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് വർക്കിലേക്ക് കടന്നത്. ഉച്ചയായപ്പോഴത്തേക്ക് ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് ഇറങ്ങി കേട്ടോ. ഞാൻ ഈ ട്രെയിനിലാണ് പോകാനിരുന്നത്. ഒടുക്കലത്തെ തള്ളു കാരണം അവിടെ പുറത്ത് നിന്ന് ഞാൻ ജനശതാബ്ദിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിൽ വന്നിരുന്നു. എൻ്റെ ബാഗ്. എന്നിട്ട് ഒരു കപ്പപ്പഴം ഉണ്ടായിരുന്നു, അത് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോഗിയിൽ കൊല്ലം എത്തിയപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ഇറങ്ങിയതേ നല്ല കാലിയായിട്ട് ഞാൻ സീറ്റ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ച് വരുക ജനശതാബ്ദി ആകുമ്പോഴത്തേക്ക് നല്ല സ്പീഡിൽ ഇങ്ങനെ എത്തുമല്ലോ. വൈകിട്ട് റിസപ്ഷന് പോകണം, അതാണ് ഹാഫ് ഡേ എടുത്തത്. അങ്ങനെ സ്കൂട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നടന്നാണ് വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ഇതൊക്കെ വന്ന് ഇടിച്ചേനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ. എന്തായാലും എത്തി, ബസ് കയറി, വീട്ടിലോട്ട് പോവുക. എന്നിട്ട് ദേ നമ്മൾ റിസപ്ഷന് വന്നു കേട്ടോ. അപ്പം ദേ സൂപ്പറായിട്ട് പാട്ട് പാടുക പയ്യൻ. നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നങ്ങ് കേട്ടു പാട്ടൊക്കെ. ഫുഡും കഴിച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഫുഡിൻ്റെ വീഡിയോ എടുക്കാനേ അങ്ങ് വിട്ടുപോയി. പാട്ടിലങ്ങ് ആയിപ്പോയി. ഇത്ര സൂപ്പറായിട്ട് പാടുന്നുണ്ടായിരുന്നു. നമ്മുടെ പയ്യനാണ് നമ്മുടെ റിലേറ്റീവ്. അങ്ങനെ എന്തായാലും നല്ല പാട്ടായിരുന്നു. നിങ്ങളെ ഞാൻ കുറച്ച് കേൾക്കാൻ പറ്റുന്നുള്ളായിരിക്കും എൻ്റെ വോയിസ് കാരണം. പക്ഷേ എന്നാലും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു ഈവനിങ് ആയിരുന്നു ആ റിസപ്ഷൻ ഡേ. ഇത് ഞാൻ പാട്ടിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചെങ്ങനെ കേൾക്കാമല്ലോ. അങ്ങനെ പിന്നെ വീഡിയോ ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇതേ ആകാശമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തത്. പിന്നെ റിസപ്ഷൻ നടന്ന വീട് ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.